ഹായ്, അങ്ങനെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇത് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള കടല റോസ്റ്റ് ഉണ്ടാക്കാനാണ്. ഇഞ്ചിയും വെളുത്തുള്ളി സവാള ഉപ്പും എല്ലാം കൂടെ ചേർത്ത് കുക്കറിൽ കടല വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഗോതമ്പ് ക്യാരറ്റ് പുട്ടാണ്. നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ പൊടി നനച്ചെടുക്കണം. എന്നിട്ട് മുക്കാൽ ഭാഗം നനച്ചെടുത്ത് വെച്ച് ബാക്കി ക്യാരറ്റ് കൂടി ഇട്ട് പൊടി നനവാക്കിയെടുക്കണം. കാരണം ക്യാരറ്റിൽ ഇച്ചിരി നനവുണ്ടല്ലോ. എന്നിട്ട് ഒന്ന് മിക്സി പൾസ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടുപൊടി കിട്ടും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അരിപ്പുട്ടിനേക്കാളും എല്ലാവർക്കും ഇവിടെ ഇഷ്ടം ഇതാണ്. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല കട്ട കെട്ടാതെ നമുക്ക് നല്ല പുട്ടുപൊടി കിട്ടും. കറിയുടെ ഒന്നും ആവശ്യമില്ല. ദാ ഇതുപോലെ കണ്ടോ, മിക്സിയിൽ കുത്തി നിറച്ച് പൊടി ഇടരുതേ. ഞാൻ കണ്ട മിക്സിയുടെ കാൽ ഭാഗമോ പൊടി ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ കാൽ ഭാഗം ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. കട്ട കെട്ടാതെ നല്ല ഇതുകൊണ്ട് നല്ല അരിപ്പൊടിയുടെ പൊടി പോലെ നമുക്കിങ്ങനെ കട്ട കെട്ടാതെ കിട്ടും. അങ്ങനെ ആദ്യത്തെ കുറ്റിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇന്ന് നമുക്കിവിടെ പഴം ഉണ്ട്, കടല റോസ്റ്റും ഉണ്ട്. ചാറുകറിയുടെ ആവശ്യമൊന്നുമില്ല ഇതിന്. ഇതാ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആവി പുറക്കുന്ന പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് കൂടെ ഒക്കെ ഇടുമ്പം ക്യാരറ്റ് കഴിക്കാല്ലാത്ത പിള്ളേർക്കൊക്കെ ക്യാരറ്റ് അകത്ത് ചെന്നോളും. ഇവിടെ ക്യാരറ്റ് കഴിക്കാൻ എല്ലാവർക്കും മടിയാണ്. അല്ല, ഒന്നെങ്കിൽ പച്ചയ്ക്ക് തിന്നെ, സാമ്പാറിനകത്തൊക്കെ ക്യാരറ്റ് ഇടുവാണെങ്കിൽ ഇവർ പിറക്കി കളയല്ല. അങ്ങനെ ഞങ്ങൾക്കുള്ള പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചത്തേക്ക് ചിക്കനും വറക്കുന്നുണ്ട്. നമ്മൾ ചില്ലി പീസായിട്ട് ചിക്കൻ വാങ്ങിച്ചതാണ് വറക്കാനായിട്ട്. അപ്പോൾ മീനിനൊക്കെ ഭയങ്കര വിലയല്ല, അതുകൊണ്ട് മീൻ മേടിയിലില്ല. പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ചിക്കനാണ് വാങ്ങിക്കുന്നത്. പിന്നെ മത്തങ്ങായും പയറൂടെ എരിശ്ശേരി വെച്ചതാണ്, അതിന് കടുകൂടെ വറുത്തിടണം. അങ്ങനെ കടുകെല്ലാം വറുത്തിട്ട് കറിയെല്ലാം റെഡിയായി. കടല റോസ്റ്റും റെഡിയായി. മോനുള്ള ലഞ്ച് റെഡിയാക്കുവാണ്. അപ്പോൾ ചോറിനകത്ത് മത്തങ്ങ എരിശ്ശേരിയും വെച്ച് കൊടുത്തു. ഇത് കടല റോസ്റ്റാണ്. കടല റോസ്റ്റ് വെളിച്ചെണ്ണയും ഇച്ചിരി കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്താണ്. നല്ല ടേസ്റ്റാണിത്. നമുക്ക് വൈകിട്ടത്തേക്ക് ഇച്ചിരി കട്ടൻ കാപ്പിയുടെ കൂടെ ചുമ്മാ തിന്നാനാണെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ ഇത്തിരി ചിക്കൻ വറുത്തും വെച്ചിട്ടുണ്ട്. അവൻ സ്കൂളിൽ ഒത്തിരി ചിക്കൻ വറുത്തത് കൊണ്ടുപോവുകയില്ല, അവൻ ഇത്തിരി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം അവൻ്റെ ലഞ്ചെല്ലാം റെഡിയായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.